ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടില്ലേ, നമുക്ക് അപ്പം മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അതേ മുട്ടക്കറി ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചു. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പത്തിന് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. പച്ചരിയും തേങ്ങ, ഒരു ഹാഫ് മുറി തേങ്ങയൊക്കെ ഇട്ട് വെച്ചായിരുന്നു. പിന്നെ കുറച്ച് ഈസ്റ്റ്, പഞ്ചസാര, കുറച്ച് അരി, ഇതെല്ലാം കൂടി രാത്രി വെള്ളത്തിലിട്ട് വെച്ചു. രാവിലെ ആയപ്പോൾ ഞാനത് അരച്ചെടുത്തു. 2 മണിക്കൂർ ഞാനത് വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ ചുടുന്നത് കേട്ടോ. 2 മണിക്കൂർ അത്യാവശ്യം പുളിച്ച് പൊങ്ങും. പിന്നെ ഞാനിതിപ്പം അപ്പത്തിൻ്റെ തവയല്ല, അപ്പത്തിൻ്റെ അപ്പച്ചട്ടി എൻ്റെ കാണാനില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ദോശത്തവയിലുണ്ടാക്കി. ദോശത്തവയിലുണ്ടാക്കിയാലും അടിപൊളിയാണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. നമുക്ക് അപ്പച്ചട്ടി ആകുമ്പോൾ ചുറ്റിച്ചെടുക്കാൻ പറ്റുമായിരുന്നു, ചുറ്റിച്ച് ഇങ്ങനെ വട്ടത്തിൽ കറക്കിയെടുക്കാം. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലുണ്ടാക്കി. പക്ഷേ ഇതും പെർഫെക്റ്റ് ആണ്, നല്ലത് കേട്ടോ. നല്ല രീതിയിൽ ഹോളൊക്കെ വന്ന് നന്നായിട്ട് തന്നെ ഈ അപ്പം വന്നു കേട്ടോ. കേട്ടോ, ഞാൻ അപ്പം അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ചൊന്ന് വെന്ത് ചെയ്യുമ്പം നമുക്ക് അപ്പം എടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റുള്ള അപ്പം. അപ്പോൾ അരമുറി തേങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പത്തിലേക്ക്. കണ്ടോ, ഞാൻ മറച്ചിട്ട് നിങ്ങൾ കളർ കാണിക്കാൻ വെച്ചാൽ കണ്ടോ, നല്ലോണം അത് ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയും, നല്ല ടേസ്റ്റി അപ്പം മുട്ടക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നല്ല എളുപ്പമാണ് ഈ അപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പം പണ്ടത്തെ പോലെ, പണ്ടൊക്കെ എനിക്ക് എന്തായിരുന്നു അപ്പം പാടം ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ ചിന്തയായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ എപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ടത്. പിന്നെ മുട്ടക്കറി എനിക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ തോന്നാറ് എപ്പോഴും അപ്പത്തിന്. ഗ്രീൻ പീസ് കറിയൊക്കെ നല്ല കേട്ടോ, പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പത്തിന് മുട്ടക്കറിയാണ്. അപ്പോൾ അതെ, നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. മുട്ടക്കറി അല്ലാതെ പിന്നെ നമുക്ക് തോന്നുന്നു ഗ്രീൻ പീസ് കറി ഇതിന് മാറ്റാൻ തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ പറഞ്ഞേ, അപ്പത്തിന് പറ്റിയ കറി എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്കിനി കഴിക്കാം.